ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏതാണെന്ന് അറിയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏതാണ്ട് 25 റെയിൽവേ സ്റ്റേഷനുകൾ കൊല്ലം ജില്ലയിൽ തന്നെയുണ്ട് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ റെയിൽവേയെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്നറിയാമോ? കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കൊല്ലമാണ്. ഏതാണ്? കൊല്ലമാണ്. അതുപോലെ റെയിൽവേ കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? റെയിൽവേ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊല്ലം. എവിടെയാണ്? റെയിൽവേ കൊട്ടാരം എവിടെയാണ്? കൊല്ലമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ എന്താണ്? കൊച്ചി വാട്ടർ മെട്രോയാണ്. കൊച്ചി വാട്ടർ മെട്രോയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ചിനാബ് പാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ചിനാബ് പാലം അതുകൊണ്ട് ഡീപ്പായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ചിനാബ് പാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചിനാബ് പാലം. ചിനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് മുഖ്യ പങ്ക് വഹിച്ച എഞ്ചിനീയർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാധവി ലതയാണ്. പ്രൊഫസർ മാധവി ലതയാണ്. ചിനാബ് പാലത്തിൻ്റെ പണി പൂർത്തീകരണത്തിനായിട്ട് മുൻകൈയെടുത്ത എഞ്ചിനീയർ ആരെന്ന് ചോദിച്ചാൽ, ആർക്കിടെക്റ്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അല്ല കേട്ടോ, അതിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ആരായിരുന്നു? പ്രൊഫസർ മാധവി ലത.